HP എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടെലസ്കോപ്പിൻ്റെ സ്റ്റാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ റിഫ്ലക്റ്റർ ടെലസ്കോപ്പിനെ അതിനെപ്പറ്റിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കാണുക. എന്നിട്ട് അതിൽ തുടർച്ചയായ പാർട്ട് 2 ആണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ വീഡിയോ ആണിത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിൻ്റെ സ്റ്റാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരിയിൽ നമ്മൾ സെറ്റ് ചെയ്ത പ്രൈമറി മിററിൻ്റെ ഭാഗം നമ്മൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇവിടെ ഹോള് മേക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള റിഫ്ലക്ടറിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. കാരണം അതൊക്കെ ഹാർഡിൽ വർക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ഡാമേജും വരരുതല്ലോ. അതുകൊണ്ട് നമ്മൾ ഊരി മാറ്റേണ്ടതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് ഈ പ്രൈമറി മിറർ ഘടിപ്പിച്ച ആ ഭാഗത്ത് നിന്ന് 13 ഇഞ്ച് ഇവിടെ ഒരു ഹോൾ മേക്ക് ചെയ്യുക. അവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. ഇവിടെയാണ് ഇപ്പോൾ സ്റ്റാൻഡിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് അവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അത് നല്ല നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ്. ഇത് അതുപോലെ തന്നെ ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മൾ സ്റ്റാൻഡിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ്. നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് മരത്തിൻ്റെ ഒരു 3/4 ഇഞ്ച് കനത്തിലുള്ള പലക കഷ്ണമാണ്. ഇത് 3.5 ഇഞ്ച് ഡയമീറ്ററിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഈ പൈപ്പിൻ്റെ കർവിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു സ്ലോട്ട് നമ്മൾ മേക്ക് ചെയ്തു. അതേപോലെ തന്നെ ഒരു ആർച്ച് നമ്മളിവിടെ മേക്ക് ചെയ്തിട്ടാണ്, ഒരു കർവ് മോഡൽ നമ്മൾ മേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മൾ ബോൾട്ട് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബേസ്. ഇതിലാണ് നമ്മൾ എലവേഷൻ അല്ല അസിമുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിലാണ് അസിമുത്ത്. ഈ റൊട്ടേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമാണല്ലോ. വെച്ചാൽ ഏത് ആംഗിളിലാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റാൻഡ് ഒന്നായിട്ടുള്ള റൊട്ടേഷനാണ്, അസിമുത്ത് റൊട്ടേഷനാണ്. അതുപോലെ തന്നെ ഇത് കാണിച്ചു തന്നാൽ ഇത് എലവേഷൻ്റെയാണ്. അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണിത്. ഇതാണ് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഇതിൻ്റെ ഒരു ബേസ്. വേറൊരു സ്റ്റാൻഡിൻ്റെ 2 സൈഡാണിത്. ഇത് നമ്മൾ മേക്ക് ചെയ്യുക. ഇതൊരു 7 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ പലക എന്ന് പറഞ്ഞാൽ. 7 ഇഞ്ച് വീതിയിലാണ് എടുത്തത്. 7 ഇഞ്ച് വീതിയും നീളം 19 ഇഞ്ച് നീളവുമാണ്. 19 ഇഞ്ച് നീളമുണ്ട്. ബാക്കി ഈ ബേസിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സ്ലോട്ടാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതിനനുസരിച്ച് നമ്മൾ മേക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തത് വരുന്നത് ഇതിൻ്റെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഐ പീസ് ഇല്ലേ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഐ പീസുകൾ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതിനായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അത് അവിടെ വെച്ചു. ഇനി നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ബേസിൻ്റെ ഭാഗം ഒന്ന് പരിചയപ്പെടുത്താം. ഈ ബേസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ 2 ലെയറായിട്ടാണ് ഈ ബേസ് വരുന്നത്. കാരണം ഒന്ന് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിഭാഗമാണ്. ഇത് ഫിക്സഡ് ആയിരിക്കും. ഈ ഭാഗം നമ്മൾ ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഗമാണ് ടേണിങ് വരിക. റൊട്ടേഷൻ ഈ ഭാഗമാണ്. ഇതാണ് നമ്മൾ ഈ റൊട്ടേഷൻ ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ ബെയറിംഗ് ഇട്ട് സെറ്റ് ചെയ്തതാണ്. ബെയറിംഗ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതുപോലെ എലവേഷൻ്റെ ഭാഗവും ഇതൊരു ചെറിയ ബെയറിംഗ് ആണ്. ഇത് 4 ഇഞ്ച് ബോൾട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ തക്കത്തോണം ഒരു ബെയറിംഗ് ആണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തത്. അതൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ഇവിടെ ഹോൾ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വീഡിയോ ഞാൻ കാണിക്കാം. ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാകുക. സ്റ്റാൻഡ് ഫിറ്റ് ചെയ്താൽ ഇത് ഈ ഫോക്കസ് യുവർ മുകളിലേക്ക് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞോണ്ട് തന്നെ ഇതിൻ്റെ എലവേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്.
എലവേഷൻ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ പുറമെ വെക്കുക. ഇത് എലവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുന്ന് ഒരു ബോൾട്ട് ഇങ്ങോട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിന് പോയിട്ട് ഇതുമായിട്ട് കോണ്ടാക്റ്റ് ആവും. അന്നേരം അത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ എലവേഷന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ കൊടുത്തത്. ഇതൊരു 3 ഇഞ്ച് ഡയമീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതൊരു പീസാണ്. ഇതൊരു പ്ലൈവുഡിൻ്റെ ഒരു പീസാണ്. ഒരു 1/2 ഇഞ്ചിൻ്റെ പ്ലൈവുഡിൻ്റെ പീസാണ്. ഞാൻ സെറ്റ് ചെയ്തതാണ്. ഓക്കെ. പ്രൈമറി മിറർ വരുന്ന ഭാഗം അടിയിലേക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ എലവേഷൻ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് എലവേഷൻ. ഏകദേശം അത് ഇതുപോലെ വരിക. ഇതാണ് മുകൾ ഭാഗത്തേക്ക് നമ്മൾ ചന്ദ്രനെയോ അതല്ലെങ്കിൽ ഗ്രഹങ്ങളെയോ ഒക്കെ വീക്ഷിക്കാൻ ഇത് മുകളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി ഇതിന് പെയിൻ്റ് അടിക്കാനുണ്ട്. നല്ല പെയിൻറ്റ്, ബ്ലാക്ക് പെയിൻറ്റ്. ഇതിന് നല്ലോണം സ്പ്രേ പെയിൻറ്റ് നമ്മൾ അഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് ഇതിൻ്റെ ബേസാണ്. ഇതിൻ്റെ ബേസ് ഇതുപോലെ അസിമുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ. ഇതിൻ്റെ ബേസ് റൊട്ടേഷൻ. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് 2 ലെയറാണ്. ഇത് 2 ലെയർ, ടോപ്പ് ലെയർ, ഇത് ബോട്ടം ലെയർ. ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നത് ഒരു ഫൈബറിൻ്റെ ഒരു ഇതാണ്. പുല്ല് വെട്ടുന്ന ഒരു ഫൈബറിൻ്റെ ഒരു ഇതില്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്ത്. പുല്ല് വെട്ടുന്ന ഫൈബറിൻ്റെ ഒരു ലെയറാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളത്. ഈ ഗ്രീൻ ലൈൻ ഇല്ലേ, ഗ്രീൻ ലൈൻ കാണുന്നത് അതാണ്. അതിൻ്റെ ഒരു ഏകദേശം ഒരു മിനുസുള്ളൊരു ഇതാണല്ലോ ഫൈബറിൻ്റെ. അപ്പോൾ ഇതാണ് അവിടെ യൂസ് ചെയ്തത്. നമുക്ക് സ്മൂത്തായിട്ട് റൊട്ടേഷന് വേണ്ടിയിട്ടാണ് അതവിടെ യൂസ് ചെയ്ത്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇത് ഞാൻ സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനായി തന്നെ നമ്മളിതിൻ്റെ ആദ്യത്തോളം തന്നെ ഫിറ്റ് ചെയ്യണം. കാരണം നമ്മൾ സ്റ്റാൻഡിലേക്ക് ഇത് ഫിക്സ് ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ അതുപോലെ തന്നെ കെയറോടുകൂടി തന്നെ ഫിക്സ് ചെയ്യുക. ഇതാണ് നമ്മളെ ടെലസ്കോപ്പ്. എല്ലാ സാധനങ്ങളും മിററുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടാകുക. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു, സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. ഓക്കെ. നമ്മൾ റിഫ്ലക്ടർ ടെലസ്കോപ്പിൻ്റെ ഏകദേശം പണി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൂടെ ചന്ദ്രനെയും അതുപോലെ തന്നെ ഗ്രഹങ്ങളെയും നമ്മൾ ഇതിലൂടെ വീക്ഷിക്കും. അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ ഇടുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.